ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ റിലേഷൻസിലെ ബാക്കി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 1 2 3 4 5 6. Define a relation R from A to A. സാധാരണ A to B എന്നാണ് ഉണ്ടാവുന്നത്. ഇത് പക്ഷേ എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് റിലേഷൻ. അങ്ങനെയുള്ള റിലേഷൻ്റെ പേരാണ് റിലേഷൻ ഓൺ എ. അപ്പോൾ എവിടെയെങ്കിലും റിലേഷൻ ഓൺ എ എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ആണ് എന്നാണ്. ഓക്കെ, ആൻഡ് ദിസ് റിലേഷൻ ഇസ് ഡിഫൈൻഡ് ബൈ R is equal to set ordered pair x y such that y is equal to x plus 1. Y is equal to x plus 1. X comma y belongs to A. നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അതും കൂടെ അവിടെ നിങ്ങൾ ചേർത്താൽ മതി. എക്സ് കമ വൈ ബിലോങ്സ് ടു എ. സാധാരണ രീതിയിൽ ഉണ്ടാവുക എക്സ് ബിലോങ്സ് ടു എ എന്നും വൈ ബിലോങ്സ് ടു ബി എന്നാണ് ഉണ്ടാവുക. പക്ഷേ ഇത് റിലേഷൻ ഓൺ എ ആണ്. എയിൽ നിന്ന് എയിലേക്ക് തന്നെ ആയതുകൊണ്ട് എക്സും വൈയും രണ്ടും എയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം, ഡെപിക്ട് ദിസ് റിലേഷൻ യൂസിങ് ആൻ ആരോ ഡയഗ്രാം, റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്, റൈറ്റ് ഇറ്റ്സ് കോ ഡൊമൈൻ. അപ്പോൾ നമുക്ക് പുതിയൊരു ടേം വന്നിട്ടുണ്ട്, കോ ഡൊമൈൻ എന്നുള്ളൊരു പുതിയ ടേം വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എത്തുമ്പോൾ അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതാം. നമുക്ക് എങ്ങനെയാണ് ഡെഫിനിഷൻ? y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എക്സും വൈയും എയിലുള്ള എലമെൻറ്റ്സ് മാത്രമേ പാടുള്ളൂ. എയിൽ അല്ലാത്ത ഏതെങ്കിലും വാല്യൂ എക്സിനോ വൈക്കോ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എ ക്രോസ് എ കണ്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ലെങ്തിയായ മെത്തേഡായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഫോർമുല ടൈപ്പിലൊക്കെ വരികയാണെങ്കിൽ അത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുള്ളൊരു വഴിയുണ്ട്. അങ്ങനെ ചെയ്താൽ മതി. നോക്കാം, എക്സ് എയിലാണ്, വൈയും എയിലാണ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ അറിയാം എങ്കിൽ വൈ കാണാനുള്ള ഫോർമുല വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാണ്. എക്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് ഓരോ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ബിലോങ്സ് ടു എ എന്നാണ്. അതായത് എക്സിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാം? 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, 5 6 എടുക്കാം. അതൊക്കെയാണ് എയിലുള്ള വാല്യൂസ്. അതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയുമ്പോൾ എക്സിന് ഈ 6 വാല്യൂ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാല്യൂ എടുക്കാം. then x equal to 1. ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ ആണ്. then x equal to 1. when x equal to 1, ആ സമയത്തുള്ള y കാണണം. y കാണാനുള്ള ഫോർമുല എപ്പോഴും എന്താണ്? y is equal to x plus 1 ആണ്. അപ്പോൾ y is equal to x plus 1 equal to xൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് 1 plus 1 is equal to 2. വെറുതെ വാല്യൂ കണ്ടാൽ മാത്രം പോരാ, ഓരോ വാല്യൂ കിട്ടുന്ന സമയത്തും അത് എയിൽ തന്നെ പെട്ട ആളാണെന്ന് വെരിഫൈ ചെയ്യണം, നമ്മൾ ഉറപ്പിക്കണം. കാരണം നമ്മൾ കാണുന്നത് വൈയുടെ വാല്യൂ ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ ആണ് 2 കിട്ടിയിരിക്കുന്നത്. പക്ഷേ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് വൈ ബിലോങ്സ് ടു എ എന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗം പറഞ്ഞിട്ടില്ല എങ്കിലും, ഈ ഭാഗം പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിലും
അത് അണ്ടർസ്റ്റുഡ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത് റിലേഷൻ ഓൺ എ ആണ്. എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ ആയതുകൊണ്ട് എക്സും എയിലായിരിക്കണം, വൈയും എയിലായിരിക്കണം. ഇനി റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കായിരുന്നു എങ്കിൽ എക്സ് എയിലും വൈ ബിയിലും ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇത് എയിൽ നിന്ന് എയിലോട്ട് തന്നെ ആയതുകൊണ്ട് എക്സും എയിലായിരിക്കണം, വൈയും എയിലായിരിക്കണം. അങ്ങനെയാണ് ഈ റിലേഷൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഓരോ വൈ കിട്ടുമ്പോഴും അത് എ എന്നുള്ള സെറ്റിൽപ്പെട്ട ആൾ തന്നെയാണെന്ന് വെരിഫൈ ചെയ്യണം, ഉറപ്പിക്കണം. അപ്പോൾ എയിലെ വാല്യൂസ് 1 മുതൽ 6 വരെയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ എഴുതണം ആൻഡ് 2 ബിലോങ്സ് ടു എ. അതുകൊണ്ട് ഈ വൈയുടെ ഈ വാല്യൂ അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് 1 ഈസ് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈ 2 ആണ്. ഓർഡേർഡ് പെയർ ആക്കി എഴുതുകയാണെങ്കിൽ ഓർഡേർഡ് പെയർ 1, 2 belongs to R എന്ന് എഴുതാം. Therefore ordered pair 1, 2 belongs to R. 1, 2 belongs to R. X 1 ആകുമ്പോൾ y കിട്ടി. ആ y എയിൽപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് 1, 2 എന്നുള്ള ഓർഡേർഡ് പെയർ ഈ റിലേഷനിൽ പെട്ട ആൾ തന്നെ ആണ് എന്നർത്ഥം. അടുത്ത വാല്യൂ എസിൻ്റെ അടുത്ത വാല്യൂ 2. When x equal to 2, when x equal to 2, y is equal to x plus 1 becomes 2 plus 1. 2 on x in the value, 2 plus 1 is equal to 3, and 3 belongs to A. Therefore 2, 3. x 2 ആകുമ്പോൾ y 3 ആണ്. 2, 3 belongs to R. Next, when x equal to അടുത്ത xന്റെ വാല്യൂ 3 ആണ്. 3 y is equal to x plus 1 becomes 3 plus 1 is equal to 4. ഇപ്പോൾ y യുടെ വാല്യൂ 4 കിട്ടി. അത് എയിൽപ്പെട്ട ആൾ തന്നെയാണെന്ന് ചെക്ക് ചെയ്യുക. എയിൽപ്പെട്ട ആൾ തന്നെയാണ്. ആൻഡ് 4 belongs to A. Therefore 3, 4 also belongs to R. Next, when x is equal to 4, y is equal to x plus 1 becomes 4 plus 1 is equal to 5. y യുടെ വാല്യൂ 5 കിട്ടി. അത് എയിൽപ്പെട്ട ആൾ തന്നെ ആണ്. ആൻഡ് 5 belongs to A. Therefore ordered pair 4, 5 also belongs to R. Next, when x is 5, y is equal to x plus 1 becomes 5 plus 1 equals 6, and 6 also belongs to A. y യുടെ വാല്യൂ 6 ആണ്. അതും എയിൽപ്പെട്ട ആൾ തന്നെയാണ്. Therefore ordered pair 5, 6 belongs to R. And x ന് എടുക്കാവുന്ന അവസാനത്തെ വാല്യൂ ഏതാണ്? 6. When x is equal to 6, y is equal to s plus 1 is equal to 6 plus 1 is equal to 7. ഇപ്പോൾ y യുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 7 എന്നാണ്. അത് എയിൽപ്പെട്ട ആളാണെന്ന് നോക്കാം. 7 എന്നുള്ളത് എയിൽ പെട്ട ആൾ അല്ല. അപ്പോൾ നമ്മൾ എഴുതുന്നത് ബട്ട് എന്നാണ്. ഇതുവരെ നമ്മൾ എഴുതി വന്നതൊക്കെ ആൻഡ് എന്നാണ്. ഇനി നമ്മൾ എഴുതുന്നത് ബട്ട് എന്നാണ്. ബട്ട് 7 does not belong to A. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 ആകുമ്പോൾ വൈയുടെ വാല്യൂ 7 കിട്ടിയെങ്കിലും ആ 7 എയിൽ പെട്ട ആൾ അല്ല. അതുകൊണ്ട് 6, 7 എന്നുള്ള ഓർഡേർഡ് പെയർ ഈ റിലേഷനിൽ പെട്ട ഓർഡേർഡ് പെയർ അല്ല. അപ്പോൾ നമ്മൾ എഴുതാം therefore 6, 7 does not belong to അത് ഈ റിലേഷനിൽ പെട്ട ആളല്ല. does not belong to R. അപ്പോൾ എത്ര ഓർഡേർഡ് പെയർസ് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഓരോ വൈ കിട്ടുമ്പോഴും കൃത്യമായിട്ട് ചെക്കിങ് നടത്തണം. എയിൽപ്പെട്ട ആൾ അല്ല വൈക്ക് കിട്ടുന്നതെങ്കിൽ ആ ഓർഡേർഡ് പെയർ നമ്മൾ റിലേഷനിലേക്ക് എടുക്കാൻ പാടില്ല. അപ്പം നമുക്ക് എത്ര പേഴ്സ് കിട്ടി? 1, 2, 2, 3, 3, 4, 4, 5, 5, 6.
ഇങ്ങനെ 5 ഓർഡേഡ് പേഴ്സാണ് ഈ റിലേഷനിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവസാനത്തെ ആൾ ഇതിൽ പെടാത്ത ആളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദർഫോർ ആർ ഈസ് ഈക്വൽ ടു എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദിസ് റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സെറ്റ് ഓർഡേഡ് പേഴ്സിൻ്റെ സെറ്റാക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേഡ് പേഴ്സ് 1 2 2 3 3 4 5 4 5 and 5 6 1 2 2 3 3 4 4 5 5 6. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2 depict this relation using an arrow diagram. ഈ റിലേഷൻ ഒരു ആരോ ഡയഗ്രാം ഉപയോഗിച്ച് എഴുതണം. അപ്പോൾ ഇത് എയിൽ നിന്ന് എയിലോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആരോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താണ് ചെയ്യുക? രണ്ടാമത്തെ ആൻസറാണ്. സാധാരണ ആരോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇടത് ഭാഗത്ത് എയും വലത് ഭാഗത്ത് ബിയും, അത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ കാണിക്കാനാണ്. ഇത് എയിൽ നിന്ന് എയിലേക്ക് തന്നെയുള്ള റിലേഷൻ ആയതുകൊണ്ട് ഇടത് ഭാഗത്തും എ ആയിരിക്കും, വലത് ഭാഗത്തും എ ആയിരിക്കും. ഇപ്പോൾ രണ്ട് ഭാഗത്തും എ തന്നെ വരയ്ക്കുന്നു. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് 1 2 3 4 5 6. ബി വീണ്ടും വലത് ഭാഗത്തും എ തന്നെയാണ്. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് വീണ്ടും 1 2 3 4 5 6. ഇനി ഓർഡറുടെ പേഴ്സ് ആക്കി പറയുമ്പം 1 2 ബിലോങ്സ് ടു ആർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഇത് മറ്റൊരു രീതിയിലും പറയാം. ഓർഡറുടെ പെയർ 1 2 ബിലോങ്സ് ടു ആർ എന്നുള്ളത് തന്നെ നമുക്ക് എങ്ങനെ പറയാം? ദ ഇമേജ് ഓഫ് 1 ഈസ് 2, ഇമേജ് ഓഫ് 2 ഈസ് 3, ഇമേജ് ഓഫ് 3 ഈസ് 4, ഇമേജ് ഓഫ് 4 ഈസ് 5, ഇമേജ് ഓഫ് 5 ഈസ് 6. അപ്പോൾ നമ്മൾ ഇമേജ് കാണിക്കാൻ വേണ്ടി ആരോ മാർക്ക് ഉപയോഗിക്കുക. അതാണ് ആരോ ഡയഗ്രത്തിൻ്റെ മീനിങ് തന്നെ അതാണ്. അപ്പോൾ ഇമേജ് ഓഫ് 1 ഈസ് 2, ഇമേജ് ഓഫ് 1 ഈസ് 2, ഇമേജ് ഓഫ് 2 ഈസ് 3, ഇമേജ് ഓഫ് 2 ഈസ് 3, ഇമേജ് ഓഫ് 3 ഈസ് 4, ഇമേജ് ഓഫ് 4 ഈസ് 5, image of 5 is 6. So 6 has no image. 6 ഇമേജുകൾ ഇല്ല. അതുപോലെ തന്നെ 1 എന്നുള്ള എലിമെൻറ്റിന് പ്രീ ഇമേജും ഇല്ല. ഇവിടുന്ന് പുറകിലോട്ട് പറയുമ്പോൾ അതിൻ്റെ പേര് പ്രീ ഇമേജ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ 1ന് പ്രീ ഇമേജും ഇല്ല, 6ന് ഇമേജും ഇല്ല. ഇതാണ് ഈ റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആരോ ഡയഗ്രാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. വാട്ട്സ് മീൻ ബൈ ഡൊമൈൻ? ഡൊമൈൻ മീൻസ് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് എന്നാണ്. ഇതിലെ റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ഓരോ ഓർഡേർഡ് പെയറിൻ്റെയും ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം പിക്ക് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ആ ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം എടുത്തിട്ട് അതുകൊണ്ട് ഫോം ചെയ്യുന്ന സെറ്റിൻ്റെ പേരാണ് ഡൊമൈൻ. അപ്പോൾ ആയിരിക്കും വരുന്നത് 1 2 3 4 5. സെറ്റ് 1 2 3 4 5. നെക്സ്റ്റ് റേഞ്ച്. റേഞ്ച്, വാട്ട് ഇസ് മീൻഡ് ബൈ റേഞ്ച്? റേഞ്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഈക്വൽ ടു. ഈ റിലേഷനിലെ ഓർഡേർഡ് പേഴ്സിൻ്റെയൊക്കെ സെക്കൻഡ് എലമെൻറ്റ്സ് എടുക്കാം. 2 3
4, 5, 6. 2, 3, 4, 5, 6. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോഡൊമൈൻ എന്ന പുതിയൊരു ടേം. നമ്മൾ അത് പരിചയപ്പെടാത്ത ഒരു ടേമാണ് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് വെച്ചാൽ ഇഫ് ദ റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കാണ് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ബി എന്നുള്ള സെറ്റിൻ്റെ പേരാണ് കോഡൊമൈൻ. ഈ പ്രോബ്ലത്തിലാണെങ്കിൽ റിലേഷൻ എയിൽ നിന്ന് എയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എയിൽ നിന്ന് എയിലേക്ക്. അപ്പം ഈ ഭാഗത്ത് വരുന്ന സെറ്റ് ഏതാണോ അതാണ് ആ റിലേഷൻ്റെ കോഡൊമൈൻ. അതിവിടെ എ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു എ. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ നോട്ട്സ് തരാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് കാര്യം ഇവിടെ എഴുതണം. ഇഫ് എ relation is defined from A to B, then B is called its കോഡൊമൈൻ. ഇതാണ് ഇതിൻ്റെ തിയറി. എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ബിയുടെ പേരാണ് കോഡൊമൈൻ. ഈ പ്രോബ്ലത്തിൽ റിലേഷൻ ഓൺ എ ആണ്, അതായത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. അപ്പോൾ എ ആണ് ഇതിൻ്റെ കോഡൊമൈൻ. മനസ്സിലായോ? ഹിയർ ഇതുകൂടെ വേണമെങ്കിൽ നോക്കാം. ഹിയർ ദ റിലേഷൻ ഈസ് defined from A to A itself. A itself. എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെ കോഡൊമൈൻ എ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3. Below given is the arrow diagram of a relation from P to Q. Right. 3 questions ഉണ്ട്. 1 are in roster form, 2 are in set builder form, 3 is domain and range. ഈ ക്വസ്റ്റൻ വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആരോ ഡയഗ്രാം കൂടെ തരാൻ വിട്ടുപോയിട്ടുണ്ട്. ആ ഡയഗ്രാം നിങ്ങൾ പിന്നെ ഇപ്പം ഞാൻ തരും, അത് ഈ ക്വസ്റ്റൻ്റെ കൂടെ എഴുതി വെക്കണം. ഓക്കെ, ഡയഗ്രാം ഇതാണ്. പി റൈറ്റ് സൈഡിൽ, ക്യൂ 9, 4, 25, റൈറ്റ് സൈഡിൽ 5, 3, 2, 1, -2, -3, -5, 5, 3, 2, 1, -2, -3, -5. പിന്നെ ആരോസ് പോകുന്നത് 9 നിന്ന് 3, -3, 4 നിന്ന് 2, -2, പിന്നെ 25 എന്നാണെങ്കിൽ 5, -5. അപ്പോൾ നിങ്ങൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ ഈ ഡയഗ്രാം കൂടെ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ
തന്നിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ്റെ കൂടെ ചേർത്ത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ പണി എന്താണ്? ഈ ആരോഗ്യം നോക്കിയിട്ട് ഈ റിലേഷൻ റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം. എന്ന് വെച്ചാൽ ഓർഡേർഡ് പേസ് ആക്കിയിട്ട് എഴുതണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 R ഈസ് ഈക്വൽ ടു നോക്കാം. ഓർഡേർഡ് പേസ് ആക്കുക വെച്ചാൽ ഇമേജുകൾ കണ്ടുപിടിക്കുക. 9ൻ്റെ ഇമേജ് ഓഫ് 9 ഈസ് 3. അതുകൊണ്ട് 9 3 എന്നുള്ള ഓർഡേർഡ് പെയർ ഇതിൽ ഉണ്ടാവും. അപ്പോൾ 9 3. പിന്നെ വീണ്ടും ഇമേജ് ഓഫ് 9 ഈസ് -3. 9 മൈനസ്. അപ്പം 9 എന്നുള്ള ഒരു എലമെൻറ്റിന് തന്നെ 2 ഇമേജുകളുണ്ട്. ഒന്ന് 3യും ഒന്ന് -3യും. അതേപോലെ 4 2 ആൻഡ് 4 -2. 4 2 4 -2. നെക്സ്റ്റ് 25 5 and 25 -5. 25 5 and 25 -5. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ക്ലിയർ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? റൈറ്റ് ആർ ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഇതേ റിലേഷൻ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. കഴിഞ്ഞ ചാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചാണ് എന്താണ് സെറ്റ് ബിൽഡർ ഫോം. അതിലെ എലമെൻറ്റ്സ് നേരിട്ട് എഴുതാതെ ആ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ ഒരു എലമെൻ്റ് എന്ന് വെച്ചാൽ ഒരു ഓർഡേർഡ് പെയറാണ്. അപ്പോൾ ആ ഓർഡേർഡ് പെയർ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ വേർഡ്സിൽ എഴുതാം. എന്താണ് 9ഉം 3യും തമ്മിലുള്ള ബന്ധം എന്താണ്? 9ഉം -3യും തമ്മിലുള്ള ബന്ധം എന്താണ്? 4ഉം 2ഉം തമ്മിലുള്ള ബന്ധമാണ്. 4ഉം -2ഉം തമ്മിൽ എന്താണ് ബന്ധം? 25ഉം 5ഉം തമ്മിൽ എന്താണ് ബന്ധം? 25ഉം -5ഉം തമ്മിൽ എന്താണ് ബന്ധം? ഈ എല്ലാ ഓർഡേർഡ് പേഴ്സിനെയും ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ ഒരേ ബന്ധമാണോ നിലനിൽക്കുന്നത്? കോമൺ ആയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ? 9ഉം 3യും 9ഉം -3, 4ഉം 2ഉം 4ഉം -2, 25ഉം 5ഉം 25ഉം -5. ഇപ്പം തന്നെ പിടികിട്ടിട്ടുണ്ടാവും. എന്താണ്? ഫസ്റ്റ് ഓരോ ഓർഡേർഡ് പെയറിലെയും ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സ്ക്വയർ റൂട്ടാണ് സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് 3. അതേപോലെ 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് -3. 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് 2. 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് -2. അതുപോലെ ഇവിടെയും. അപ്പോൾ ഇത് നമ്മളൊന്ന് വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ റിലേഷൻ ആയി. അതിൽ ഫസ്റ്റ് എലമെൻ്റ് ഒക്കെ എവിടെയുള്ളതാണ്? ഈ ഫസ്റ്റ് എലമെൻ്റ് ഒക്കെ എപ്പോഴും എവിടെയുള്ളതായിരിക്കും? പിയിലുള്ളതായിരിക്കും. സെക്കൻഡ് എലമെൻറ്റ്സുകളൊക്കെ എപ്പോഴും ക്യൂകളുള്ളത്. അതൊക്കെ നമ്മൾ എഴുതുമ്പോൾ അതിൽ വരണം. ഓക്കെ, അപ്പോൾ R is equal to സെറ്റ്. ഇത് ഓർഡേർഡ് പെയറുകളുടെ സെറ്റാണ് എന്ന് ആണ് ആദ്യം നമ്മൾ എഴുതുന്നത്. ഇത് ഓർഡേർഡ് പെയറുകളുടെ സെറ്റാണ്. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് XY such that. ഓർഡേർഡ് പെയർ സെറ്റാണ് എഴുതാൻ വേണ്ടി വെറുതെ 2 ബ്രാക്കറ്റ് എഴുതിയാൽ മാത്രം പോരാ. അതിനകത്ത് 2 അൺനോൺ ലെറ്റേഴ്സ് വേണം ജനറലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓർഡേർഡ് പെയറുകളുടെ സെറ്റാണ്. അതിൽ ഫസ്റ്റ് എലമെൻറ്റിനെയാണ് X കൊണ്ട് സൂചിപ്പിക്കുന്നത്, സെക്കൻഡ് എലമെൻറ്റിനെയാണ് Y കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ എന്താണ് ബന്ധം എന്നും ഫസ്റ്റ് എലമെൻറ്റ് എവിടെ കിടക്കുന്നുവെന്നും സെക്കൻഡ് എലമെൻറ്റ് Y എവിടെ കിടക്കുന്നുവെന്നും എഴുതാം. അത് ആദ്യമോ അവസാനമോ എപ്പോൾ എഴുതാനും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എവിടെയാണ് കിടക്കുന്നത്? റിലേഷൻ പിയിൽ നിന്ന് ക്യൂയിലേക്ക് ആയതുകൊണ്ട് നിർബന്ധമായിട്ടും ഫസ്റ്റ് എലമെൻറ്റ് പിയിലും സെക്കൻഡ് എലമെൻറ്റ് ക്യൂയിലും മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അത് ആദ്യം എഴുതാം. X belongs to P. പിന്നെയോ സെക്കൻഡ് എലമെൻറ്റ് Y belongs to Q. ഇനിയാണ് അടുത്ത പ്രോപ്പർട്ടി. എന്താണ്? നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സ്ക്വയർ റൂട്ടാണ് ആര്? സെക്കൻഡ് എലമെൻറ്റ്. അതായത് എക്സിൻ്റെ സ്ക്വയർ റൂട്ടാണ് Y. ഫസ്റ്റ് എക്സും സെക്കൻഡ് Y ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ എക്സിൻ്റെ സ്ക്വയർ റൂട്ടാണ് Y. അതങ്ങനെ ഇംഗ്ലീഷ് പറയാം, Y ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയാം. Y ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. അല്ലെങ്കിൽ എക്സ്
തിരിച്ചിങ്ങോട്ടേക്ക് പറയുകയാണെങ്കിലോ എക്സ് ഇസ് ദ സ്ക്വയർ ഓഫ് വൈ എന്ന് പറയാം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ളത് വൈ ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ എഴുതാം വൈ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. ഇതിലെഴുതുന്ന ക്രമം നിങ്ങൾ ഇഷ്ടംപോലെ എഴുതാം. വേണമെങ്കിൽ ആദ്യം ഇത് എഴുതിയിട്ട് പിന്നീട് ഇത് രണ്ടും എഴുതാം. അതങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? റൈറ്റ് ഇറ്റ്സ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിൻ ഇനി നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നില്ല, നമുക്കറിയാം. അപ്പോൾ എന്താണ് ഡൊമെയിൻ എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ആണ്. ഏതൊക്കെ ഫസ്റ്റ് എലമെൻറ്റ്സ്? 9, 4, 25. Therefore domain is 9, 4, 25. And range is the set of all second elements. ഏതൊക്കെയാണ് second elements? 3, -3, 2, -2, 5, -5. അങ്ങനെ 6 elements ഉണ്ട്. അപ്പോൾ range equal to set 3, -3, 2, -2, 5, -5. ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഇത് നമുക്ക് കംപ്ലീറ്റ് സോൾവ് ചെയ്യാനുള്ള സമയം ഈ ക്ലാസ്സിലില്ല, അടുത്ത ക്ലാസ്സിൽ ചെയ്യുള്ളൂ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് പരിചയപ്പെടാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, etc. 14. വലിയ സെറ്റാണ്. സാധാരണ 2 or 3 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ്. ഇതിലല്ല 14 എലമെൻറ്റ്സ് ഉള്ള അത്യാവശ്യം വലിയൊരു സെറ്റാണ് എ. എന്താണ് എ? എ ഈക്വൽ ടു നമ്പർ 4. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, etc. 14. വേണമെങ്കിൽ എല്ലാ എലമെൻറ്റ്സും എഴുതി കാണിക്കാം. 1, 2, 3, 4, 5, 6 മുഴുവൻ എഴുതാം. അല്ലെങ്കിൽ ആദ്യത്തെ 2, 3 എലമെൻറ്റ്സൊക്കെ ബാക്കി പിന്നെ അവസാനത്തെ എലമെൻറ്റ്സ് മാത്രം കാണിച്ചാലും മതി. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ എ. കണ്ടോ? എ റിലേഷൻ ഓൺ എ എന്നാണ്. അപ്പോൾ ഓൺ എ എന്ന് കാണുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ മീനിങ് അതിന് തിരിച്ചെടുക്കണം. എന്താണ് റിലേഷൻ ഓൺ എ എന്നുള്ളതിൻ്റെ മീനിങ് ഇപ്പം നമുക്കറിയാം. ഇറ്റ് ഈസ് റിലേഷൻ ഫ്രം എ ടു എ എന്നാണ്. എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് റിലേഷൻ ഓൺ എ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചൊക്കെ എന്തായിരിക്കും? എ അല്ലെങ്കിൽ എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ബി എന്നുള്ള സെറ്റ് രണ്ടാമത്തെ സെറ്റ് ഉണ്ടാവില്ല എന്നർത്ഥം. എയിൽ നിന്ന് എയിലോട്ട് തന്നെ. ഇനി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡർഡ് പെയർ xy such that 3x minus y equal to 0, x belongs to a, y belongs to a. അല്ല, രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ച് x, y belongs to a എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ റിലേഷൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ എഴുതുന്നതിന് പറയാം സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം, ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതി അതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റേഞ്ചൊക്കെ കാണുക എന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത് ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഇനി നമുക്ക് ചെയ്യാനുള്ള സ്കോപ്പില്ല. നമ്മൾ ഈ ക്ലാസ് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. പ്രോബ്ലംസൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിലെ പ്രോബ്ലംസ് വരുന്നത്? വലിയൊരു പ്രയാസമൊന്നുമില്ല ചെയ്യാൻ. ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് കുട്ടിക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ക്ഷമയോടെ പഠിക്കാൻ ശ്രമിക്കാം.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വേണ്ടി ചെയ്യാം. താങ്ക്സ്.